അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് ഉണ്ടാവുക, അതിൻ്റെ യോഗ്യത എന്താണ്, അതുപോലെ തന്നെ ഡിഗ്രിക്കാർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമോ, പരീക്ഷ എന്നത്തേക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ സാലറി സ്കെയില് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ധാരാളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തന്നെ മറുപടി എന്നോണമാണ് ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് ഈ വർഷം തന്നെ 2025 നവംബർ ഡിസംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ PSC പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. കാരണം ഓഫീസ് സംവിധാനം നിലവിൽ വന്ന സാഹചര്യത്തിൽ പലപ്പോഴും LGS തസ്തികകൾ നിർത്തലാക്കും, ഇനി നിയമനങ്ങളൊന്നും നടക്കില്ല എന്നുള്ള ഭീതിയോടുകൂടി തന്നെ ഇരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ താമസം വരുന്ന അവസരത്തിൽ ധാരാളം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്, സാറേ എങ്ങനെയാണ് കമ്പനി ബോർഡ് LGS എന്നത്തേക്കാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ പരീക്ഷ നടത്തുക എന്നൊക്കെ ഉള്ള ധാരാളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2026 ഏപ്രിൽ ജൂൺ മാസത്തിനിടയായിട്ട് പരീക്ഷ പ്രതീക്ഷിക്കാം. ഓരോ ഉദ്യോഗാർത്ഥികളും അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ട് പഠനം തുടങ്ങേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ ശമ്പള സ്കെയില് 23,000 50,200 ഇതിൻ്റെ ശമ്പള സ്കെയില് വരുന്നത്. 18 to 36 ഏജ് ലിമിറ്റ് വരുന്നത്. OBC-കാർക്ക് 39 വയസ്സ് വരെയും SC/ST-കാർക്ക് 41 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി അതിനു വേണ്ടിയിട്ട് പഠനം ആരംഭിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഓൾറെഡി പഠനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ പഠനം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ തിരക്കിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ നോളജ് 40 മാർക്കും 20 മാർക്ക് കറണ്ട് അഫയേഴ്സും 20 മാർക്ക് കണക്കും 10 മാർക്ക് ഇംഗ്ലീഷും 10 മാർക്ക് മലയാളവുമാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഒരു പഠന രീതിയാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്. പല ഉദ്യോഗാർത്ഥികൾക്കും കണക്ക് വളരെ പ്രയാസമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കണക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ കൂടുതലായിട്ട് കണക്ക് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുന്നതിന് ഒരു ബുക്ക് ആദ്യം തന്നെ വാങ്ങി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ബുക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ ആ ബുക്കിൽ ഓരോ ദിവസത്തെയും ഡെയിലി കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇനിയുള്ള 100 ദിവസങ്ങളിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് GK എന്ന് പറയുന്നത്. പലർക്കും അറിയാം, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ പഠിച്ചതാണ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പല ഉദ്യോഗാർത്ഥികളും പറയും. പക്ഷേ GK പഠിക്കുമ്പോൾ തെറ്റുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവാത്ത രീതിയിൽ വേണം പഠിക്കാൻ. ഒത്തിരി ഏറെ പഠിക്കുന്നതിൽ കാര്യമില്ല, പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.
അപ്പോൾ എല്ലാവരും GK പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 20 ദിവസം മാറ്റിവെക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ മുഴുവൻ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് സെലക്റ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ, അതായത് ആവർത്തിച്ച് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ആദ്യത്തെ 20 ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. കറണ്ട് അഫയേഴ്സിന് പ്രത്യേക ദിവസങ്ങൾ ഞാൻ പറയുന്നില്ല, എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കണം. അപ്പോൾ ആദ്യത്തെ 20 ദിവസം നിങ്ങൾ GK, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് GK എന്ന് പറയുന്നത്. അതിന് 40 മാർക്ക് ഉണ്ട്. 40 മാർക്ക് കരസ്ഥമാക്കണമെങ്കിൽ നമ്മൾ ഒത്തിരിയധികം അധ്വാനിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ GKക്ക് 20 ദിവസം പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കണക്ക് എന്ന് പറയുന്നത്. പലർക്കും കണക്കിൻ്റെ മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 40 ദിവസം കണക്കിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 20 മാർക്കാണ് കണക്കിന് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 40 ദിവസത്തോളം കണക്കിന് വേണ്ടി മാറ്റി വെക്കണം. ആ കൂട്ടത്തിൽ തന്നെ ആ ദിവസങ്ങളെല്ലാം തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കണം. കണക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് രാവിലെ ഏറ്റാൽ എന്നും തന്നെ നിങ്ങൾ പത്രങ്ങൾ ഒരു 4-5 പത്രങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പലർക്കും അറിയത്തില്ല. ഗ്രാമറിനെ സംബന്ധിച്ച് ഒത്തിരി സംശയങ്ങൾ, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ടെൻസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അതിനൊരു 20 ദിവസം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മലയാളം, അടുത്ത മലയാളമാണ്. മലയാളത്തിനും വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു 10 ദിവസം പ്രത്യേകമായിട്ട് മാറ്റിവെക്കേണ്ടതാണ്. അപ്പോൾ ഇനിയുള്ള 10 ദിവസം എന്ന് പറയുന്നത് പ്രീവിയസ് ചോദ്യങ്ങൾ, നിങ്ങൾ മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് വീക്കിലി മോഡൽ എക്സാമുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓരോ വീക്കെൻഡിലും കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എല്ലാ ആഴ്ചയും വീക്കെൻഡിൽ കൃത്യമായിട്ട് റിവിഷൻ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മുമ്പോട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ, പുതിയ ടോപ്പിക്കുകൾ പഠിച്ചു പോവുകയും വേണം. അപ്പോൾ പ്രീവിയസ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, മോഡൽ എക്സാമുകൾ ചെയ്യണം, വീക്കിലി റിവിഷൻ ചെയ്യണം. ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള പഠന രീതി നിങ്ങൾ കൃത്യമായിട്ട് അവലംബിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ ഇന്ന് തന്നെ പഠനം തുടങ്ങുക. അങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ ഇനി അടുത്ത വളരെ കുറച്ച് സമയം കൂടി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പല ഉദ്യോഗാർത്ഥികളും ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ള തെറ്റായ ധാരണയിൽ മുമ്പോട്ട് നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാൻ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ രീതിയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി ഇന്ന് തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ് ആണ്. അതുകൂടാതെ ഡിഗ്രിക്കാർക്ക് കൂടി അപേക്ഷിക്കാവുന്ന രീതിയിലായിരിക്കും നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഇതിലേക്ക് ഉയർന്ന റാങ്ക് നേടുന്നതിന് വേണ്ടിയിട്ട് ഇത് മത്സര യുഗമാണ്. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ മാർക്കുകൾ കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി ഈ നല്ല ഒരു പഠന രീതി, ഞാൻ പറഞ്ഞ രീതിയിലുള്ള സ്റ്റഡി പ്ലാനുകൾ തയ്യാറാക്കി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.